ഇന്നത്തെ കാലത്തെ പുതിയ തലമുറയിലെ എൻ്റെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ മനസ്സിലാക്കണം. അവർക്ക് വേണ്ടി ഞാൻ ഈ പറയുന്നത്, വാപ്പമാരും ചെറിയ ചെറുപ്പക്കാരും കേൾക്കാൻ വേണ്ടിയല്ല. ഇന്നത്തെ തലമുറയിലെ എൻ്റെ ചെറുപ്പക്കാരികളായ മക്കളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൺമണികളെ, സ്നേഹത്തോടുകൂടി പറയുകയാണ്. ഇന്നലെ ചങ്ങനംകുളത്ത് നിൽക്കുമ്പം, ഇന്നലെ പ്രണയദിനമായിരുന്നല്ലോ, കുട്ടികൾ മൂക്കുത്തുകുത്തി ഒരു വീടിന്റെ മുമ്പിലൂടെ പോകുമ്പോൾ വണ്ടി ഒന്ന് അവിടെ ബ്ലോക്കായി ഒന്ന് നിർത്തിയപ്പോൾ മൂക്കുത്ത് കുട്ടിയോട് 10-20 ചെറിയ പെൺകുട്ടികളും അവരുടെ ഉമ്മമാരും കൂടെ ഡാൻസ് കളിക്കുന്നു. വേറെ ഏതോ ഒരു ചെറുപ്പക്കാരൻ അത് വീഡിയോ എടുക്കുന്നു. ഇവരുടെയൊക്കെ വിചാരം എന്നുള്ളത് നമുക്കൊരു ജീവിതമേ ഉള്ളൂ, അതങ്ങോട്ട് അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അടിച്ചു പൊളിക്കാൻ ആഗ്രഹമില്ലാത്തവരാണ് നമ്മൾ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഡാൻസ് ചെയ്യാൻ. ഒരു പാട്ടിട്ട് തന്നാൽ ഇപ്പം ഞാൻ 4 ചൂട് വെക്കും. ഡാൻസ് കളിക്കാനും പാട്ട് പാടാൻ ആഗ്രഹമില്ലാത്ത ആളാണ് നമ്മളൊക്കെ. എടാ, അള്ളാഹ് ഹറാമാക്കിയ മുഴുവൻ കാര്യങ്ങളിലും ആനന്ദമുണ്ട്. കള്ളുകുടിയിൽ ആനന്ദമില്ലേ? കള്ളുകുടിയിൽ ആനന്ദമില്ലാത്തതുകൊണ്ടാണ് കുടിക്കുന്നവൻ വീണ്ടും വീണ്ടും കുടിക്കുന്നത്. കള്ളുകുടിയിൽ ആനന്ദമില്ലേ? വ്യഭിചാരത്തിൽ ആനന്ദമില്ലേ? ചീട്ടുകളിൽ ആനന്ദമില്ലേ? ഖാലിഖായ റബ്ബ് എന്തെല്ലാം കാര്യങ്ങൾ ഹറാമാക്കിയിട്ടുണ്ടോ ആ മുഴുവൻ കാര്യങ്ങളിലും ആനന്ദമുണ്ട്. ആനന്ദം ഉള്ളതുകൊണ്ടല്ലേടാ വീണ്ടും വീണ്ടും ചെയ്യുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇതിലെല്ലാം ആനന്ദമുണ്ട്. എല്ലാ മനുഷ്യർക്കും അറിയാം ഇതിനൊക്കെ ഒരു സുഖമുണ്ട്. പക്ഷെ റബ്ബ് നിന്നോട് പറഞ്ഞു ആ ആനന്ദങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ആ ആനന്ദങ്ങൾ ഒഴിവാക്കുന്നത് വഴി നിനക്ക് ശാശ്വതമായ ആനന്ദം ലഭിക്കും. ഈ ആനന്ദം, ഹറാമായ ആനന്ദങ്ങൾ ഒഴിവാക്കുന്നത് വഴി നിനക്ക് ശാശ്വതമായ സമാധാനം ലഭിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏറ്റുമാനൂരിൽ 18 വയസ്സുള്ള വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെയാണ് 20 വയസ്സുള്ള യുവാവ് കല്ലുകൊണ്ട് പലവട്ടം ഇടിച്ച് തല ചതച്ച് കൊന്നുകളഞ്ഞു. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കുമാറാകട്ടെ. ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ വിഷയം പറയുന്നറിയോ? അതായത് പെൺകുട്ടികളെ, നിങ്ങൾ എപ്പോഴും ഇരകളും ആൺകുട്ടികൾ എപ്പോഴും വേട്ടക്കാരായിരിക്കും. നിങ്ങൾക്ക് ഈ തിരിച്ചറിവ് വേണം. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെ പിന്നിൽ അജണ്ടയുണ്ട്. നോക്കൂ, നിങ്ങൾ ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിലൂടെ ഒന്ന് നൃത്തം ചെയ്തു. ഈ നൃത്തം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. എത്രയോ ആളുകൾ വന്നിട്ടാണ് മാഷാ അല്ലാഹ് അടിപൊളിയാണ്, മോക്ക് ഒരുപാട് കഴിവുണ്ട്, ഇവക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു രസമായിട്ട് തോന്നും. ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ഒരു ഘട്ടത്തിൽ നിന്ന് ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക്, അത് കഴിയുമ്പോൾ വേറെ വേറെ തലത്തിലേക്ക്, അങ്ങനെ ഹൃദയത്തിൽ നിന്ന് ലജ്ജ മാറി വരുന്നതനുസരിച്ച് നമ്മളല്ലാതായി മാറും. അങ്ങനെ നമ്മളല്ലാതായി മാറിയ പെൺകുട്ടികളുടെ ജീവിത ചരിത്രം നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ മക്കളെ. എന്തായിരുന്നു അവരുടെ ആത്യന്തികമായി അവരുടെ അന്ത്യം ഏതവസ്ഥയിലായിരുന്നു എന്ന് എൻ്റെ പൊന്നു പെൺമക്കളും ചിന്തിച്ചു. മിനിഞ്ഞാന്നും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആത്മഹത്യ ചെയ്തില്ലേ? എത്ര പെൺകുട്ടികൾ അവരുടെ ജീവിതം സോഷ്യൽ മീഡിയ കാരണം ഹോമിക്കപ്പെട്ടു പോയി. എന്നാൽ നമ്മുടെ പ്രായം ചെന്ന് ഉമ്മമാർക്ക് ഇതൊന്നും അറിയില്ല, നമ്മുടെ വാപ്പമാർക്ക് ഇതൊന്നും അറിയില്ല. അവർ റാഹത്തായിട്ട് ജീവിച്ചില്ലേ? അവർ സന്തോഷമായിട്ട് ജീവിച്ചില്ലേ? 60-70 വയസ്സുകാലം എത്ര സമാധാനത്തോടു കൂടി അവർ രണ്ടുപേരും ഇണക്കുരുവികളായി ജീവിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതായിരുന്നു യഥാർത്ഥ ജീവിതം. അവരായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ജീവിതം ആസ്വദിച്ചിരുന്നവർ. നമ്മൾ ജീവിതം യഥാർത്ഥത്തിൽ ആസ്വദിക്കുകയല്ല. കുറ്റിപ്പുറത്തേക്ക് മീനും ചോറും കഴിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ വലിയ ജനബാഹുല്യമാണ്. നമ്മൾക്ക് തോന്നും ആളുകൾ ഭക്ഷണത്തിന്റെ രുചി ഇങ്ങനെ അറിഞ്ഞിട്ട് ഓടി വരും. അങ്ങനൊന്നുമല്ല. ഭക്ഷണം കിട്ടിയ ആദ്യം തന്നെ ഹനുമാൻ മരത്തോമല പിടിക്കുന്ന പോലെ ഇങ്ങനെ പിടിച്ചിട്ട് ആദ്യം എന്ത് ചെയ്യും? ഇങ്ങനെ എടുക്കും ഫോട്ടോ. ഭക്ഷണം വെച്ചിട്ട് ആദ്യം. ഇത് തിന്നാൻ വരുന്നതല്ല, ഇത് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയാ. വീട്ടിൽ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടാ. ഞാൻ ഇന്ന് രാവിലെ പൊന്നാനിയിൽ മുട്ടപ്പത്തലും ബീഫും കഴിക്കാൻ വേണ്ടി പൊന്നാനി ചെന്നപ്പം ഹനുമാൻ മരത്തോമല കൊണ്ടുപോകുന്ന ഇങ്ങനെ നിൽക്കുക ആളുകൾ. ഇത് കഴിക്കുക എന്ന ലക്ഷ്യത്തിൽ വരുന്നതല്ല, മറിച്ച് ഇത് ആളുകൾ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മുടെ പാവപ്പെട്ട പെണ്ണുങ്ങൾ, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ അയലത്തുള്ള പെൺകുട്ടികൾ കാണിക്കുന്ന കോപ്രായം കാണുമ്പോൾ അവർ വിചാരിക്കുന്നത് എത്ര സന്തോഷകരമായിട്ട്. ഒരു സന്തോഷമല്ല, ഇതൊക്കെ നാടകമാണ്, ഇതൊക്കെ പ്രഹസനമാണ്. നിങ്ങൾക്കറിയാം ഒരു ഫാദർ സുലൈമാനെ, മാരിയൻ ജോസഫ് എന്ന അദ്ദേഹത്തിന്റെ പേര് അല്ലെ, നാട്ടുകാരെ മുഴുവനും മോട്ടിവേറ്റ് ചെയ്ത് നന്നാക്കാൻ നടന്ന. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വല്ലാത്ത സ്നേഹവും ബന്ധുവാണെന്നൊക്കെ പറഞ്ഞ നാട്ടുകാരെ മുഴുവനും ബോധ്യപ്പെടുത്തി വലിയ ബോധവൽക്കരണമായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ വാർത്ത വരുന്നു, TV ബോക്സിൽ സ്വന്തം ഭാര്യയുടെ തലയടിച്ച് പൊളിച്ചത്.
ഞാൻ പറഞ്ഞ മനസ്സിലായ കാര്യം തിരിഞ്ഞ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ നാടകമൊന്നും വേണ്ട. നമ്മുടെ ഭാര്യമാര് നമ്മളോട് പറയുന്ന റൊമാൻസ് ഇല്ലെന്നാ പറഞ്ഞു. റൊമാൻസ് ഇല്ല. എന്ത് വേണം? നമ്മുടെ അയലത്തുള്ള ഖദീജ കുട്ടിയും അബൂബക്കറിക്കായും കൂടെ രണ്ടുപേരും കൂടെ ഇശാ മഗ്‌രിബിനിടക്ക് നീ എൻ്റെ മുഹബത്തിൻ സുൽത്താനല്ലേ, നിന്നോട് എനിക്കെന്നും മുഹബത്തല്ലേ. ഈ വീട്ടിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പൊറോട്ട അടിക്കാൻ പോയവൻ പൊറോട്ട ചൂടിന്റെ കല്ലിന്റെ ചൂട് അവന്റെ താഴേന്ന് മൂടി വരെ കയറിയിട്ടിരിക്കുക. ഇവൻ എന്ത് ചെയ്യണം? ഇവന്റെ ഈ നടുവുളുക്കി പൊറോട്ട അടിച്ച് വന്നവൻ നീ എൻ്റെ മുഹബത്തിൻ സുൽത്താനല്ലേ. ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇക്ക റൊമാൻസ് ഇല്ലാത്ത വരണ്ട ഭൂമിയാണ്. എന്റെ ഭർത്താവാണെങ്കിൽ ഒരു തണുത്താ മതിയെന്ന്, ആ തണുപ്പ് മതിയടോ. ആ തണുപ്പിലാണ് യഥാർത്ഥ ജീവിതമുള്ളത്. മക്കളും പറയും വാപ്പാക്ക് ഒരു എന്താ പറയുക, ഒരു തണുപ്പനാണ് വാപ്പ ഈ ആധുനിക യുഗത്തില്. വാപ്പാക്ക് ഈ ആധുനിക ജീവിതം ഒന്നും വേണ്ട മോനെ. വാപ്പാടെ വാപ്പ അതുപോലെ കാണിച്ചിട്ടില്ല, വാപ്പാടെ ഉമ്മ അതുപോലെ കാണിച്ചിട്ടില്ല. അവരൊക്കെ മനോഹരമായി ഈ ഭൂമികയിൽ നിന്ന് ജീവിച്ച് സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോയി. അതുകൊണ്ട് വാപ്പാക്ക് ഈ പണിയൊന്നും വേണ്ട. എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ പെങ്ങളെയും നിന്റെ പെങ്ങളെയൊക്കെ നല്ല അന്തസ്സായിട്ട് കെട്ടിച്ചു വിട്ടല്ലോ. അവരാരെങ്കിലും ഏതെങ്കിലും ഒരുത്തനെ കൂടെ ഒളിച്ചോടി പോയാ? ഏതെങ്കിലും ഒരുത്തനെ ഭർത്താവില്ലാത്ത അസാന്നിധ്യത്തിൽ വിളിച്ച് വീട്ടിൽ കയറ്റിയാ? ഇല്ലല്ലോ. ഇന്നത്തെ കാലത്ത് 100 പവൻ കൊടുക്കുന്നു, 50 പവൻ കൊടുക്കുന്നു. സ്വർണത്തിന് 1,20,000 രൂപ വില നിൽക്കുമ്പോൾ തന്നെ 40ഉം 50ഉം പവൻ കൊടുക്കുമ്പോൾ 1 പവൻ പോലും കൊടുത്ത് കെട്ടിക്കാൻ വകയില്ലാത്ത മനുഷ്യർ ഈ ഭൂമികയിലുണ്ട്. എത്രയോ മനുഷ്യർ പിരിവെടുത്ത് കെട്ടിക്കുന്നു. നീ 40ഉം 50ഉം ഒക്കെ കൊടുത്ത് മോളെ കെട്ടിച്ചിട്ടോ? 25 ലക്ഷം രൂപ മുടക്കി കല്യാണം നടത്തിയ ഒരു കല്യാണത്തിന് ഞാൻ പങ്കെടുത്തു. കല്യാണം കഴിഞ്ഞ് 3-ാം ദിവസം മറ്റേ ഇതിന്റെ പിരിവിന് വരില്ലേ, നമ്മൾ ഈ പലിശക്ക് കൊടുത്തിട്ട് പിരിവിന് വരുമല്ലോ പൈസ മേടിക്കാൻ വേണ്ടി പാണ്ടികൾ, അതിലൊരുത്തന്റെ കൂടെ ആ പെണ്ണ് ഒളിച്ചോടിപ്പോയി. ഞാൻ അന്നേ വിചാരിച്ചത് ഇത് എവിടെങ്കിലും ഒന്ന് ഉടക്കുമെന്ന്. കാരണം കല്യാണത്തിന് അന്ന് 25 ലക്ഷം രൂപ മുടക്കിയെന്ന് മാത്രമല്ല, ഇല്ലാത്ത തോന്നിയാസങ്ങളൊന്നും ഇല്ല. ഞാൻ ഈ പറഞ്ഞ സാധനം തന്നെ സ്റ്റേജിൽ എല്ലാ ആലിമ്യങ്ങളും വേണം. കല്യാണം വിളിക്കാൻ വരുമ്പോൾ എല്ലാ ആലിമ്യങ്ങളും വേണം. നമുക്ക് ആത്മീയമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. ഞാൻ ചെന്നപ്പോൾ ഭാര്യയും ഭർത്താവും പെണ്ണും കൂടെ നീ എൻ്റെ മുഹബത്ത്. ഈ സൈസ് അബൂജാഹിലിങ്ങളാണ് നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുള്ളത്. എന്നിട്ട് ഇത് കാണുമ്പോൾ നമ്മുടെ ഭാര്യമാർക്ക് തോന്നുകയാണ് കല്യാണമൊക്കെയാണ്. കല്യാണമായതുകൊണ്ട് കല്യാണത്തിനന്ന് നീ എൻ്റെ മുഹബത്തിൻ സുൽത്താൻ കളിക്കണ്ടേ. നാട്ടിൽ നടക്കുന്ന മുഴുവൻ സാധനങ്ങളും നമ്മളും ഇമിറ്റേറ്റ് ചെയ്യണമെന്ന അവസ്ഥയിൽ നമ്മളും എത്തി. അതിനെതിരെ ശബ്ദിക്കാൻ, അതിനെതിരെ പറയാൻ, ശക്തമായ നിലപാടെടുക്കാൻ, പരിശുദ്ധമായ ദീനിന്റെ ആദർശങ്ങൾ കയ്യിൽ മുറുകെ പിടിച്ച് അതുപോലെ ജീവിച്ചു മരിക്കാൻ നമ്മൾ തയ്യാറാകണം. നിങ്ങൾ കണ്ടില്ലേ പണ്ടത്തെ ആളുകൾ പറയുന്നത് പോലെ ഈ മൂത്രം കൊണ്ട് പാത്രം കഴുകുക എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. എന്ന് വെച്ചാലേ ഈ ഓണാഘോഷങ്ങൾ വരുമ്പോൾ, ക്രിസ്മസ് വരുമ്പോൾ അതിനെ ഒന്ന് ദീനിവൽക്കരിക്കുക. അതായത് നമ്മൾ അത്തപ്പൂ ഇടുന്നു, അപ്പോഴും നമ്മൾ ഒരു മുടി പോലും പുറത്ത് കാണിക്കത്തില്ല. അതാ ഈമാൻ എന്ന് പറഞ്ഞാൽ. ഡാൻസ് ചെയ്യുമ്പോൾ ഡാൻസ് ഇങ്ങനെ നന്നായിട്ട് കല്യാണ വീട്ടിൽ തുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ തട്ട ഇങ്ങനെ പോകുമ്പോൾ, കാരണം മുടി പുറത്ത് കണ്ട തീർന്നു, ഈമാൻ തെറിച്ചു പോയി. മാക്സിമം കുലുക്കും, മാക്സിമം ഡാൻസ് ചെയ്യും. ഈ ഡാൻസ് ചെയ്യുന്ന അല്ലടോ പ്രശ്നം. ഈ ഡാൻസ് ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരുടെ ക്യാമറ പോകുന്ന എങ്ങോട്ടാ? നമുക്ക് വല്ല പ്രശ്നമുണ്ടോ നിങ്ങൾ ഡാൻസ് ചെയ്താൽ? ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മക്കളും കൂടി ആലപ്പുഴയിൽ പ്രധാനപ്പെട്ട ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ തൊട്ടടുത്തുള്ള കോളേജിലെ കുറച്ച് സ്റ്റുഡൻസ് വന്നു. ആ കൊച്ചിനാണെങ്കിൽ പരമദാരിദ്ര്യം കാരണം പൂർണ്ണമായി ഉടുക്കാനുള്ള തുണിയുമില്ല, കാരണം അവിടെ മൊത്തം പട്ടിണിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ആ കൊച്ചി ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് തൊട്ടിപ്പുറത്തിരുന്ന കുറച്ച് ചെറുപ്പക്കാർ പറയുന്ന കമന്റ് കേട്ടിട്ട് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. നമ്മുടെ മക്കൾ ഇത് കാണണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ മകളാണ് അങ്ങനെ പോകുന്നതെങ്കിൽ, നമ്മുടെ മക്കളെക്കുറിച്ച് ചുറ്റുവട്ടത്തിരിക്കുന്ന ആഭാസന്മാര് ആ മോളെക്കുറിച്ച്, അവരുടെ ശരീരത്തിന്റെ, അവരുടെ ആഹാര സവിഷ്ടങ്ങളെക്കുറിച്ച് അവരിങ്ങനെ കമന്റ് പറയുമ്പം ചില ആളുകൾ പറയുന്നത് അത് പറയുന്നവർക്കല്ലേ കുഴപ്പമെന്ന്. നീ നാട്ടിലൂടെ ഉടുക്കാതെ നടക്കും, നാട്ടുകാരൻ നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ അഭിപ്രായം പറയുന്നവന്റെ പ്രശ്നമാണ് നിങ്ങൾ പറയരുത്. അങ്ങനെ ആയിരുന്നു എങ്കിൽ പഴയ കാലത്ത് പറമ്പിലായിരുന്നു നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? അങ്ങനെയല്ലായിരുന്നു. ഇപ്പൊ നമ്മളെന്താ അതൊക്കെ ഉള്ളിലേക്കാക്കിയത്? പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ തുണി കഴിയുന്ന തിരുമുന്ന സ്ഥലത്ത് എന്തുകൊണ്ടാണ് നമ്മൾ മറ കെട്ടിപ്പൊക്കിയത്? പഴയ കാലത്ത് ചെറിയ വേലികളായിരുന്നു, ടാർപ്പോളം കൊണ്ട് മറച്ച വേലികളായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ മതിൽ പൊക്കിക്കെട്ടിയത്?
നമ്മുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് അവർക്കൊരു പ്രൈവസി, ഒരു സ്വാതന്ത്ര്യം, അവരുടെ മാന്യത കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയല്ലേ? ആണോ അല്ലേ? നിങ്ങൾ മറുപടി പറയണം, ആണോ അല്ലേ? ഇതെല്ലാം നമ്മൾ ഇങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ട് നമ്മുടെ ഭാര്യമാരെ നമ്മൾ കളത്തിലിറക്കുകയാണ്. സംഭവം കളത്തിലിറക്കിയ ഒരുപാട് ഗുണങ്ങളുണ്ട്. എടാ, നീ ഒരു ദിവസം പടവിന്റെ പണിക്ക് പോയാൽ, നീ ഒരു ദിവസം മറ്റേതെങ്കിലും കൂലി വിലക്ക് പോയാൽ നിനക്ക് ആകെ കിട്ടുന്ന 1000 രൂപയാ. സോഷ്യൽ മീഡിയയുടെ ലോകം നിങ്ങൾക്കറിയില്ല. സ്വന്തം ഭാര്യയുടെ സ്വകാര്യത വരെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നത് ലക്ഷങ്ങളാണ്. ലക്ഷങ്ങൾ കയ്യിലേക്ക് വരുമ്പോൾ നമുക്കൊരു ധാർമ്മികതയും ഒരു വിഷയമല്ലാതായി മാറും. അതുകൊണ്ടാണ് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരു മുസ്ലിമിന്റെ ഭാര്യ സ്റ്റാമിന സേവർ വിൽക്കാൻ പോയത്. അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാകും. ഇവിടെ പറയേണ്ട ചെറുപ്പക്കാരായ മക്കളിരിക്കുന്ന സ്ഥലത്ത് പറയേണ്ടതല്ല. ഇത് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ഹിന്ദു ചെയ്തോന്നാണ് ചോദിക്കുന്നത്. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ഹിന്ദു ചെയ്തോ? ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ക്രൈസ്തവൻ ചെയ്തോ? പരിശുദ്ധമായ റമദാൻ മാസത്തിൽ സ്റ്റാമിന സേവർ വിൽക്കുകയാണ്. ആര്? ഒരു മുസ്ലിമിന്റെ ഭാര്യ. ഉപദേശിക്കാൻ പോകുന്നവരെ മുഴുവൻ സ്തബ്ധരാക്കുക, ഭയപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുക. അപ്പൊ അവരെല്ലാം മൗനികളായി പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ശ്രോതാക്കളായ മുത്തുമുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ പരിശുദ്ധമായ ദീൻ അതനുസരിച്ച് നമ്മൾ നീങ്ങുമ്പോൾ ആക്ഷേപങ്ങൾ ഉണ്ടാവാം, പരിഹാസങ്ങൾ ഉണ്ടാവാം. ഭാര്യ ഹിജാബ് ഇടിയിക്കുമ്പോൾ എന്താണിത്, മൂങ്ങയാണോ എന്ന കളിയാക്കൽ ഉണ്ടാവാം. നല്ല നിലയിൽ പർദ്ദ ധരിക്കുമ്പോൾ നമ്മൾ 6-ാം നൂറ്റാണ്ടെന്ന് കളിയാക്കുന്നുണ്ടാകാം. അതൊക്കെ അങ്ങ് അവിടെ നിൽക്കട്ടെ. ആ പരിഹാസങ്ങളെല്ലാം ഇവിടെ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കട്ടെ. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മളെ ബാധിക്കുന്ന വിഷയം അല്ലാഹുവാണ്. ജനങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നത് നമ്മുടെ വിഷയമേ അല്ല. നമ്മുടെ വിഷയം ഖാലിഖായ റബ്ബാണ്. ജനങ്ങൾ എന്തു പറയുന്നു എന്നത് നമ്മുടെ വിഷയമേയല്ല. എൻ്റെ റബ്ബ് എന്നെ കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതാണ് എൻ്റെ വിഷയം. അല്ലാഹു നമ്മളെക്കുറിച്ച്, അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളിൽ തൃപ്തിപ്പെടുന്ന റബ്ബിന്റെ റിള ലഭിക്കുന്നവരാക്കി അല്ലാഹു നമ്മളെയൊക്കെ മാറ്റി തരുമാറാകട്ടെ.